The purpleness of the purple hibiscus, is it a curse or an elegance? My disability exists not because I use a wheelchair, but because the broader environment isn't accessible. From the classical ages, art was considered to be didactic in nature. Some denounced art for its didactic quality, while others praised it for the same. At the same time, modernists believed art to be personal, to express the ways in which the modern world is fragmented, the fragility of human emotions, the atomic bombs, taboos, and destruction. We are often left with the question, what is the function of art? Art has the function of being the voice of the underprivileged. What art does is that it gives not a sympathetic view towards the other, but an empowering one. We have many writers, actors, and scientists such as Flannery O'Connor, Truman Capote, Helen Keller, who have aced their respective fields, even though being affected by disabilities. Let me introduce you to Dr. Fatima Asla, homeopath contracted with brittle bone disease. എൻ്റെ പേര് ഡോക്ടർ ഫാത്തിമ അസ്ല. ഞാൻ ഹോമിയോപ്പതാണ്. ഇപ്പം ക്ലിനിക്കിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. കോഴിക്കോട് ബാലുശ്ശേരി ഈയാട് ഭാഗത്താണ് താമസിക്കുന്നത്. ഞാൻ ഡിസേബിൾഡ് ആണ്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറയുന്നതാണ് അസുഖം. അതായത് ബോണിന് സ്ട്രെങ്ത് ഇല്ല, ബ്രിട്ടിൽ ബോൺസ് ആണ്. പിന്നെ ഞാൻ എഴുതാറുണ്ട്, വായിക്കാറുണ്ട്, അങ്ങനെയൊക്കെ. Craft is nothing but a journey back to the self. As a petal falls back into the roots, art helps one in finding themselves. It is this flow that guides the lost to the home. Every line of a craft a fall back to the self. It is an affirmation that I exist, I feel, and I express. ആർട്ടെന്ന് പറയുമ്പോൾ അതൊരു ഫ്ലോ ആണ്. നമുക്ക് എഴുതാൻ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നാൽ എഴുതാൻ പറ്റണമെന്നില്ല, പക്ഷേ അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴേക്കാണ് എഴുതാൻ പറ്റാറുള്ളത്. അപ്പം ചില സമയത്ത് അതിനൊരു ബ്ലോക്ക് വരും, ചില സമയത്ത് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒഴുകുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ എഴുത്ത് പുറത്തോട്ട് വരാറുള്ളത്. ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് ത്രൂ എഴുത്തിലൂടെയാണ്. അപ്പം നമ്മളത് എഴുതാതിരിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ആ ഒരു ഇഷ്യൂ അവിടെ കിടക്കും. പക്ഷെ എപ്പോഴാണ് ഞാൻ അത് എഴുതി കഴിഞ്ഞത്, അതോടുകൂടെ ഞാനത് ഫ്രീ ആയി. അപ്പം അതെൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഹീൽ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എഴുത്തെന്ന് പറയുന്നത്. അതല്ലാതെ എനിക്ക് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എനിക്ക് പാട്ട് പാടാൻ അങ്ങനെയൊന്നും അറിയുന്ന ഒരാളല്ലേ ഞാൻ. ആകെ ഉള്ളത് എഴുതുക എന്നുള്ളത് മാത്രമാണ്. അപ്പം എന്നെ ഹീൽ ചെയ്യാൻ എൻ്റെ എഴുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴും ഡിസേബിൾഡ് ആകുമ്പം ഒരു നോൺ ഡിസേബിൾഡ് പേഴ്സൺ എടുക്കുന്നതിനേക്കാളും എഫേർട്ട് എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ലോകത്തോട് പറയാൻ. അപ്പം എനിക്കെപ്പോഴും റെക്കഗ്നിഷൻ കിട്ടിത്തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ്. അതിന് മുന്നേ വരെ ഞാൻ എഴുതുന്നോ സംസാരിക്കുന്നോ ഒന്നും ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി. നമുക്ക് കാലിബർ ഉണ്ട്, നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളത് തെളിയിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. Art often speaks. Every stroke, every movement, every note, every line tells stories of courage, fear, anger, love, hate, and disgust. It is art that builds the world around the other, giving them a place to exist, a place to call home. എനിക്ക് തോന്നുന്ന ഡിസബിലിറ്റി കാരണമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. കാരണം പണ്ട് കൂട്ടുകാരുണ്ടായിരുന്നില്ല കുഞ്ഞായിരിക്കുന്ന സമയത്തൊന്നും.
അപ്പം കൂടുതൽ വായിക്കുമായിരുന്നു, പുസ്തകങ്ങളായിരുന്നു കൂട്ടുകാർ. അങ്ങനെ വായിച്ചാണ് എഴുതാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് മറ്റൊരു ആളോട് ഷെയർ ചെയ്യാനില്ല, ഒരു മനുഷ്യനോട് എനിക്ക് സംസാരിക്കാനില്ല. അങ്ങനെ ഒക്കെ വന്ന സമയത്താണ് ഞാൻ അതെല്ലാം എഴുതുന്നു, എൻ്റെ ഇമോഷൻസ് എല്ലാം എഴുതുന്നു, അങ്ങനെ വന്നത്. അപ്പം ഞാൻ ഒരു റൈറ്റർ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് വായിക്കുന്നുണ്ടോയെങ്കിലോ അതിനൊക്കെ കാരണം ഡിസബിലിറ്റിയാണ്. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഫാമിലിയിൽ ആരും എഴുതുന്നവരും അങ്ങനെയുള്ള ആൾക്കാരും ബാക്ക്ഗ്രൗണ്ട് ഒന്നുമുള്ള ആളല്ല ഞാൻ. അപ്പം ഡിസേബിൾഡ് ആയതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്, എഴുതാൻ തുടങ്ങിയത്. അപ്പം എന്താ പറഞ്ഞ പോലെ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മീഡിയം എഴുത്താണ്. എൻ്റെ കഥകൾ പറയുമ്പം അത് കേൾക്കാൻ ഡിസേബിൾഡ് ആയിട്ടുള്ള തന്നെ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം ഈ ഒരു ആർട്ടിലൂടെയാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അപ്പം അതവരെ പുറത്തോട്ട് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാനത് അപ്പം എഴുതിയിടും. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ആ ഒരു ആർട്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോസൊക്കെ വന്നത്. അതിന് മുന്നേ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അത് എഴുതിയിടുമായിരുന്നു. അത് ഒരു പരിധി വരെ ഡിസേബിൾഡ് ആൾക്കാരോടുള്ള മനുഷ്യരുടെ അപ്രോച്ച് മാറാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസേബിൾഡ് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എഴുത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളാണ്. വെളിച്ചത്തിലേക്ക് വരുംതോറും ഇരുട്ട് വരിഞ്ഞു മുറുക്കും. നോക്കൂ, ഓരോ രാത്രിയെയും അതിജീവിക്കുന്നു എന്നത് തന്നെയാവും വിഷാദത്തിലകപ്പെട്ടവർക്ക് സംഭവിക്കാനിടയുള്ള ഏറ്റവും വലിയ അത്ഭുതം. For Asla, art is more than a craft. It's a language, the language that is herself. Craft for her is the strains of veins that leads her petals to bloom. നിലാവ് പോലെ ചിരിക്കുന്ന പെൺകുട്ടി ഓട്ടോബയോഗ്രഫിയാണ്. അതായത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ എഴുതിയ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തൊരു പുസ്തകം. അതൊരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹിച്ച് എഴുതിയതൊന്നുമല്ല. ഫേസ്ബുക്കിൽ എഴുതിയിടാൻ തുടങ്ങി. അപ്പോൾ ആളുകളെല്ലാം ഇതെന്തായാലും ബുക്കാക്കണം, ഇതൊരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ഞാനിങ്ങനെ നീട്ടി വെച്ചതായിരുന്നു. എനിക്കത് പുസ്തകമാക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ കൊറോണ വന്ന് വീട്ടിൽ അടങ്ങിയിരിക്കേണ്ടി വന്നപ്പോഴാണ് അതെല്ലാം കൂടെ ഒരു പുസ്തകമാക്കാം എന്ന് തോന്നിയത്. അതിലൊക്കെ കുറേ ആഡ് ചെയ്തു, കുറേ കട്ട് ചെയ്തൊക്കെയാണ് നിലാവ് പുറത്തോട്ട് വരുന്നത്. അപ്പം അതിനെ ഇപ്പം 2 എഡിഷനാണ് നമ്മൾ ഇറക്കിയത്. ആ എല്ലാ കോപ്പീസും വിറ്റുപോയി. എൻ്റെ കയ്യിലുള്ള ഓതേഴ്സ് കോപ്പിയിൽ 4-5 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതൊരു വലിയൊരു സന്തോഷമാണ്. ആളുകൾ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇപ്പോഴും എൻക്വയറി വരാറുണ്ട്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പ്രണയങ്ങൾ, അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും ഞാൻ തീർക്കാറുള്ളത് എഴുത്തിലൂടെയാണ്. അത് എനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാറുണ്ട്. അപ്പം എൻ്റെ എല്ലാ എഴുത്തുകളും ഒന്നുകിൽ ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടുവന്ന മനുഷ്യരൊക്കെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നൊരു മീഡിയം എന്ന് പറയുന്നത് എഴുത്താണ്. അപ്പം അതെനിക്ക് ഇതാ ഞാൻ എടുത്ത് പറഞ്ഞത്. എനിക്ക് ഒരു സബ്ജക്റ്റ് എന്നാൽ പെട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് വാക്കുകളിലോട്ടാക്കാൻ പറ്റാറുണ്ട്. അപ്പം എന്നെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എഴുത്തിലൂടെയാണ്. Art's ability to guide stands undisputed, but it is the pain that shapes one. The fallen leaves and wounded roots ooze their sap back into the soil, back at the trunk that supported them. ഞാൻ ഡിസേബിൾഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ ഇപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻറ്റിന് യാതൊരു മുൻവിധികളും ഇല്ലാതെ കേൾപ്പിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അവർ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ലിസൺ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പം എന്നെ നല്ലൊരു ലിസണർ ആക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ സഫർ ചെയ്തു എന്നുള്ളത് തന്നെയാണ്.
കൂടുതൽ അവരോട് കൈൻഡ്നെസ് കാണിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അതെല്ലാം എനിക്ക് ഏതെങ്കിലുമൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇപ്പം എനിക്ക് എൻ്റെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഡിസബിലിറ്റി കാരണം എനിക്ക് കിട്ടിയ റിവാർഡ് തന്നെയാണ്. ഞാൻ ജനിച്ചിട്ട് 3ാമത്തെ ദിവസമാണ് എനിക്ക് ഫ്രാക്ചർ വരുന്നത്. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് മെഡിക്കൽ കോളേജ് എനിക്ക് എൻ്റെ തറവാട് പോലെയാണ്. കാരണം കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത് ഡോക്ടേഴ്സായിട്ടാണ്. ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഡേയ്സും സ്പെൻഡ് ചെയ്തത് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഫസ്റ്റൊക്കെ ഭയങ്കര ആരാധനയായിരുന്നു. ഞാനിങ്ങനെ നോക്കിയിരിക്കും അവരോരോന്ന് ചെയ്യുന്നതും അവരെ പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞ ഒരു പ്രായമൊക്കെ എത്തി നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ ആയപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ഡോക്ടറായാൽ മതി. അത് എന്നെപ്പോലെ സഫർ ചെയ്യുന്ന കുറേ മനുഷ്യർക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് എപ്പോഴും ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ. ഒരാൾക്കൊരു മെഡിസിൻ കൊടുത്താൽ അല്ലെങ്കിൽ അവരത് മാറി എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷനിൽ. ഞാൻ വയ്യാതിരുന്നു എന്നത് കാരണം തന്നെയാണ്. അതാണ് കാരണം ഡോക്ടറാകാനുള്ള കാരണം. ഞാൻ ഹൗസ് സർജൻസി ഒരു കാലഘട്ടത്തിൽ എൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ടാവും. എല്ലാവരും ഹൗസ് സർജൻസാണ്. പക്ഷെ അവിടെ കുറേ അമ്മമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര കണക്ഷനാണ്. അപ്പം അവർ വിചാരിക്കുന്നത് അവർ സഫർ ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ അടുത്തായിരുന്നു പറയാം. അപ്പോൾ ഒരു ദിവസം ഒരു അമ്മമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാനൊന്ന് ഇമോഷണലായി പോയിട്ടുണ്ട്. പൊതുവേ ഈ ഡോക്ടേഴ്സ് ഇമോഷണൽ ആവരുതെന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ്. ഞാൻ എപ്പോഴും അമ്മമ്മനെ ഓർക്കാറുണ്ട്. ആ ഒരു ഹൗസ് സർജൻസി കാലഘട്ടം ഓർക്കാറുണ്ട്. ഇപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോഴും കുറേ കുട്ടികൾ വരുന്നു. എല്ലാം ഓർത്തിരിക്കും. എല്ലാം അവർക്ക് മാറി എന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേൾക്കാൻ. But should a flower bloom on its own? ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞാവുമ്പം തൊട്ട് അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചാണ് വളർന്നത്. സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പല ക്ലാസ്സുകളും എനിക്ക് മിസ്സായിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ 10ാം ക്ലാസ് ഒരു സമയത്തുമ്പോൾ സയൻസ് വേണമെന്ന് പറഞ്ഞപ്പം എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വാശി പിടിച്ചാണ് സയൻസിന് അഡ്മിഷൻ കിട്ടിയത്. അതേപോലെ ഡോക്ടറാവാൻ ഒരു എൻട്രൻസ് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം എനിക്ക് മാർക്ക് ഉണ്ടായിട്ട് പോലും എനിക്ക് അവർ അഡ്മിഷൻ തന്നിട്ടില്ല. 2ാമത്തെ തവണ ഞാൻ നടന്നൊക്കെ പോയതിന് ശേഷമാണ് എനിക്ക് അഡ്മിഷൻ തന്നത്. അപ്പം ഒരു നോൺ ഡിസേബിൾഡ് കുട്ടികൾക്ക് ഇപ്പം മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വിചാരിച്ച സാധനങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കൺവിൻസ് ചെയ്യണം എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാം ഡിസബിലിറ്റി കാരണമാണ്. അതെല്ലാം അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് സ്കൂളുകളും കോളേജുകളൊക്കെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ പോകുന്ന ഒരു സ്കൂളുകളും റാമ്പോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിലാണെങ്കിലും ഞാൻ പോയതിന് ശേഷമാണ് റാമ്പ് വന്നത്. അത് ക്ലാസ്സിലോട്ട് കയറാൻ വേണ്ടി മാത്രം. അപ്പോൾ ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാതിരുന്നു എന്നതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതെല്ലാം കവർ ചെയ്തത് കൂട്ടുകാരാണ്. അവർ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുമായിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം സൊസൈറ്റി, സ്കൂളുകൾ, കോളേജുകൾ ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്തതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസബിലിറ്റി വെച്ചിട്ട് ആളുകളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പം
എനിക്ക് അഡ്മിഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ആളുകൾ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് വരാനുള്ളൊരു സ്പേസ് ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇപ്പോഴും കുട്ടികൾ പറയാറുണ്ട് ഇപ്പോഴും റിജക്റ്റ് ചെയ്തു, അതിലൊന്നും മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. ഞാൻ 2014 എൻട്രൻസ് ചെയ്തിരുന്നത്. അപ്പം അന്നുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു വലിയൊരു കയ്യെത്ത് പിടിക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് മെഡിക്കൽ ഫീൽഡ് നിൽക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ കുട്ടികളെയും പോലെ നോൺ ഡിസേബിൾഡ് കുട്ടികളെ പോലെ തന്നെ ഡിസേബിൾഡ് കുട്ടികൾക്ക് മുന്നോട്ട് വരാനും പഠിക്കാനും പറ്റണം. അതിന് കോളേജുകൾ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം, ടീച്ചേഴ്സ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എനിക്കിപ്പോഴും സങ്കടമാണ്. ഇതൊന്നും ഇപ്പോഴും മാറിയില്ലേന്ന് ചിന്തിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. Shouldn't the soil, the wind lend a hand? If not lending a hand, shouldn't they whisper that you are not alone, that the world will not look away? ഞാൻ ഫസ്റ്റ് ടൈം എൻട്രൻസ് എഴുതി. അപ്പോൾ എനിക്ക് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഒക്കെ ചൂസ് ചെയ്യാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡിസേബിൾഡ് ആൾക്കാരാകുമ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് അപ്രൂവ് ചെയ്താലേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഇവരെനിക്ക് ഈ ലെറ്റർ അയച്ചു വരണമെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ വേറെ ഡോക്ടേഴ്സ് ഇല്ല, ഞാൻ എൻ്റെ കുടുംബത്തിലെ ഫസ്റ്റ് ഡോക്ടർ. അപ്പം ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇപ്പം ഉള്ള അത്രയും സോഷ്യൽ മീഡിയയിലൊന്നും ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ഡോക്ടറായിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് ഈ ഇൻ്റർവ്യൂവിന്. അപ്പോൾ അവിടെ എത്തിയപ്പം ഞാൻ വീൽ ചെയറിലാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും നടക്കുന്നവരൊക്കെയാണ്. അപ്പം അവിടെ എത്തി നോക്കുമ്പോൾ അവർ നീ എന്തിനാ വന്നത്, നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല, ഇപ്പോൾ തരില്ല എന്ന് മാത്രമല്ല രണ്ടാമത് റിപ്പീറ്റ് ചെയ്താലും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിച്ചു. അവർ തരില്ല എന്ന് തീർത്ത് പറഞ്ഞു. അത്തവണ അവർ തന്നില്ല. അപ്പം ഞാൻ അന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, എൻ്റെ സ്വപ്നം എന്താണെന്ന് ഡിസൈഡ് ചെയ്തത് നിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷെ ഇറങ്ങിയപ്പോഴും ഞാൻ അതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ, അതുവരെ സുനു നീ ഡോക്ടറായ ഞങ്ങൾക്ക് മെഡിസിൻ തരണം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എല്ലാവരും പെട്ടെന്നൊന്ന് മാറി. ഏതായാലും അവർ പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാ, അവർ അഡ്മിഷൻ തരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളോട് ഫൈറ്റ് ചെയ്താണ് രണ്ടാമത് ഞാൻ എൻട്രൻസ് എഴുതുന്നത്. പിന്നെ ആദ്യത്തെ തവണ വീൽ ചെയറിൽ അവരുടെ മുന്നിൽ പോയത്. രണ്ടാമത്തെ തവണ ഞാൻ ഇതിനു വേണ്ടി നടക്കാൻ പഠിച്ചു. ഒരു 2 മാസം മുന്നേ ഇങ്ങനെ വാക്കറൊക്കെ വെച്ച് അങ്ങനെ നടന്നിട്ടാണ് അവരുടെ മുന്നിൽ പോകുന്നത് രണ്ടാമത്തെ തവണ. അപ്പോൾ അവരെന്നോട് ചോദിച്ചത് നീ പിന്നെയും വന്നോന്നാ. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ വഴിയില്ലല്ലോ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. വാടിപ്പോയൊരു കുഞ്ഞിപ്പൂവിന് ഇച്ചിരി വെള്ളം കോരിയൊഴിച്ചാൽ വേര് പൊട്ടൂലേ? എനിക്ക് കഥകൾ പറയാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ കണ്ട എവിടേക്കോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള മനുഷ്യന്മാരെ കഥകളിലൂടെ പുറത്തു കൊണ്ട് വരണം എന്നുണ്ട്. എന്നെ കൂടുതൽ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ലോകത്തോട് പറയാൻ എന്നെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഥകൾ പറഞ്ഞും എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞും എൻ്റെ നേട്ടങ്ങൾ പറഞ്ഞും ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പം നമുക്ക് എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും ഇഷ്ടത്തിന് നമുക്ക് സംസാരിക്കാനും പറ്റില്ല. അപ്പം അവർ നോർമലാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നോർമൽ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ബോഡി ഷെയിമിങ് ചെയ്യുമ്പോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയിടുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാവാറുണ്ട്. അവരെൻ്റെ ഡിസബിലിറ്റീനെ വെച്ചിട്ട് എന്നെ തളർത്താൻ നോക്കും. അപ്പം ആദ്യമൊക്കെ ഇത് വിഷമമായിട്ടുണ്ടായിരുന്നു. നമ്മളാരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. അപ്പം വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളതും അത് തന്നെയാണ്. മനുഷ്യരെ വേദനിപ്പിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ.
Should the purple hibiscus be sad about itself or be proud about her color? What happens when one adores the purple hibiscus in its glory? സിറു എന്ന് പറയുമ്പം ഞാൻ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ കാലഘട്ടം വരുമല്ലോ, നമുക്കിനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നുന്ന കാലഘട്ടം, അങ്ങനെയുള്ള ഒരു കാലത്താണ് എനിക്ക് സിറുവിനെ കിട്ടുന്നത്. അപ്പം ഞാൻ ഇപ്പം പിടിച്ചു നിൽക്കാൻ മെയിൻ കാരണം സിറു ആണ്. Asla epitomizes that even in the abysmal conditions, the purple hibiscus shall come forth. It shall bloom, it shall sprout, waken back to itself. She proves that in the hands of the beloved, with the wings of art, the purpleness of the hibiscus is not a difference but an elegance.